വീടിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുറ്റൊന്ന് ക്ലീനായി കിടക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയോ. പക്ഷെ ഇപ്പോൾ വലിയ സന്തോഷമില്ല, കാരണം രണ്ട് മാവുമേന്നും നല്ല രീതിയിൽ ഇല കൊഴിയുന്നുണ്ട്. കൂടാണ്ട് നമ്മുടെ ഓപ്പോസിറ്റുള്ള സൈഡിൽ നിന്നുള്ള ഇലകളും കൂടി കാറ്റത്ത് ഇങ്ങോട്ട് നമ്മുടെ മുറ്റത്തേക്കായിട്ട് വീണ് കിടക്കണമുണ്ട്. അപ്പോൾ എനിക്ക് മുറ്റടിക്കാൻ ഇഷ്ടമാണ്, കാരണം ഒരു എക്സസൈസും കൂടി ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് മുറ്റടിക്കാൻ ഇഷ്ടമാണ്. പുല്ലിലത്തെ ഇല അടിച്ചു കളയാൻ അത്ര വലിയ ഇഷ്ടമില്ല. എന്നാലും ഞാനിങ്ങനെ നമുക്കൊരു എന്തെങ്കിലും എക്സസൈസ് ആവുമല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അതും എനിക്ക് ഇഷ്ടമാണ്. നല്ല ഡ്രൈ ആയിട്ട് കിടക്കുകയാണെങ്കിൽ പുല്ലിലത്തെ ഇലകൾ അടിച്ച് കളയാൻ നല്ലതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ നല്ല ഇല പൊഴിയണ സമയമാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ അവിടെ എങ്ങനെയൊക്കെ ആണെങ്കിൽ പറയണേ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നല്ല രീതിയിൽ ഇലയുണ്ട്. ഇതിപ്പോൾ ഞാൻ മുറ്റടിക്കുകയാണെങ്കിലും ഒരു മണിക്കൂർ 2 മണിക്കൂർ നേരമേ ഉള്ളൂ. അത് കഴിയുമ്പോഴേക്കും ഈ ഒരു അവസ്ഥയിലേക്ക് തന്നെ മുറ്റം തിരിച്ചെത്തും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്ലീനായി എന്നുള്ളൊരു ഫീല് കിട്ടണമെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ ക്ലീൻ ആയി എന്നൊരു മാനസിക സന്തോഷം കിട്ടണമെങ്കിൽ മുറ്റൊന്ന് ക്ലീനായി കിടക്കണം. അങ്ങനെയാണ് എനിക്ക് തോന്നാറുള്ളത്. മുറ്റത്തേക്ക് നോക്കുമ്പോൾ ക്ലീനായിട്ട് കിടക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. നിങ്ങൾക്ക് അങ്ങനത്തെ തോന്നലുകൾ ഉണ്ടെങ്കിൽ പറയണേ. അതെൻ്റെ മാത്രം തോന്നലാണെന്നറിയില്ല. അപ്പോൾ സ്റ്റീവ് അവിടെ ഉണ്ട്. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. സനചേട്ടൻ പുറത്തേക്ക് പോയേക്കാണ്. ഗ്രേസിനെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചു. സനചേട്ടനാണെന്ന് രാവിലത്തെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ചെയ്തത്. കാരണം ഇന്നലെയും മിഞ്ഞാന്നായിട്ട് സ്റ്റീവിന് ചെറിയൊരു ചുമയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. പിന്നെ അവൻ ഉറങ്ങി എഴുന്നേറ്റ്. ഞാൻ ഉറങ്ങി ഇപ്പോൾ തന്നെ ഒരു 4 മണി കഴിഞ്ഞു വെളുപ്പിന്. അപ്പോൾ എൻ്റെ ഉറക്കം കുറേ പെൻഡിങ് പോലെ. എനിക്ക് ഉറക്കപ്പിച്ചിൽ പിന്നെ പിറ്റേ ദിവസം ആകെ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ സനചേട്ടൻ പറഞ്ഞു ഞാൻ വിട്ടോളാം അവളെ. പിന്നെ അവളെ പോണേക്കാൻ മുമ്പ് ഞാൻ എണീറ്റ് വന്നായിരുന്നു. ഉറക്കമൊന്നും അങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ മുറ്റടിക്കൽ ഏകദേശമൊക്കെ തീർത്തു. അടുക്കളയിലെത്തി. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. പിന്നെ നമ്മുടെ കോഴിമുട്ട കൊണ്ടുവന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കവറിൽ നിന്ന് തന്നെ എടുത്ത് നമ്മൾ മുട്ട പൊരിക്കലും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും കൊട്ടയിലേക്ക് ഇത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ ചോറ്, കുക്കറിൽ ചോറ് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി അതിനൊക്കെ എല്ലാം പരിപാടികൾ ആരംഭിക്കണേക്കാൾ മുമ്പ്, ഉച്ചയ്ക്കത്തെ കറിവെപ്പും കാര്യങ്ങളെല്ലാം ആരംഭിക്കണേക്കാൾ മുമ്പ് ഞാനൊരു മാങ്ങ ജ്യൂസ് കുടിച്ചിട്ട് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തണുത്തൊരു ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ സ്റ്റീവിനും അമ്മയ്ക്കും ജ്യൂസിനൊക്കെ കൂടുതൽ ഇഷ്ടം മാങ്ങ മുറിച്ച് കഴിക്കണ്ട. അപ്പോൾ 2 മാങ്ങ ഇരിപ്പുള്ളൂ. അപ്പോൾ ഒരു മാങ്ങ എനിക്കും സന്നചേട്ടനും ജ്യൂസാക്കാം, ഒരെണ്ണം സ്റ്റീവിനും അമ്മയ്ക്കും കൊടുക്കാം. അങ്ങനെയാണ് വിചാരിച്ചേക്കണേ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കുള്ള ജ്യൂസ് ഫസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ന്യൂട്രിപ്രോയിൽ കുറച്ച് മധുരം, മാങ്ങയിൽ കുറച്ച് മധുരം ഇട്ടിട്ടാണ് അടിച്ചത്. പിന്നെ തണുത്ത വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ലതാണ് കേട്ടോ ന്യൂട്രിപ്രോ. സ്റ്റീവിനെ പ്രഗ്നൻ്റ് ആയതിന് ശേഷം മേടിച്ചതാണ്. നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വല്ലപ്പോഴേ യൂസ് ചെയ്യണുള്ളൂ, പക്ഷേ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കുറേ പേര് നമ്മുടെ ലിങ്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും യൂസർ റിവ്യൂ ഒക്കെ കമൻറ്റ് വഴി അറിയിച്ചോളൂ. ഇത് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും. എന്തായാലും എൻ്റെ രീതിയിൽ നല്ലതായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ ജാറിന് 3 ജാറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ കുപ്പി പോലെ അങ്ങനെ കുടിക്കാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്, ഒരു അടപ്പ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പമായി ഇങ്ങനെ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ച് നമുക്ക് കുടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ ജ്യൂസ് ഒരു പകുതി കുടിച്ചിട്ട് സന്നയാണ് പകുതി കൊണ്ടു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ബാക്കിയുള്ളൊരു മാങ്ങേനെയും കൂടി ഒന്ന് ചെത്തി ഒന്ന് പൂളാക്കി അമ്മയ്ക്കും സ്റ്റീവിനും കൊണ്ടു കൊടുക്കണം. അപ്പം അങ്ങനെ മാങ്ങ ജ്യൂസ് കുടിച്ച് ഞാൻ സന്നയാണ് ബാക്കി കൊണ്ടു കൊടുത്തു. പിന്നെന്താ, അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വൈഡ് വ്ളോഗ്സിൻ്റെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും, വൈഡ് വ്ളോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് കുറേയധികം പണികളുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് കുറേ പണികളിങ്ങനെ വീടിൻ്റേതായ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ, അതൊന്നും ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊന്നൊക്കെ പറ്റണ പോലൊക്കെ ചെയ്യണം. സ്റ്റീവിൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും എല്ലാ കാര്യങ്ങളും. കാരണം ചെറിയ ചുമയും അങ്ങനെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവൻ അത്ര ഹാപ്പി അല്ല. കുറച്ച് ഒക്കെ ഓക്കെയാണ്. എന്നാലും ഇന്നലെ ആകെ മൂഡ് ഔട്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. അപ്പം അങ്ങനെ മാങ്ങ ചെത്തൽ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ പച്ചക്കറികളൊക്കെ മേടിച്ചായിരുന്നു, അതൊക്കെ എടുത്തു വെക്കണം. പിന്നെ ഇന്നത്തെ നമ്മുടെ
ലഞ്ചിന് ഞാൻ ഇന്നലെ നമ്മൾ വെജിറ്റബിൾസൊക്കെ മേടിക്കുന്ന സമയത്ത് അഗസ്ത്യച്ചീര ഉണ്ടല്ലോ, അതിൻ്റെ പൂവ് മേടിച്ചിട്ടുണ്ട്. അപ്പം അതിനെ ഒന്നൊരു മുട്ടയൊക്കെ ഇട്ട് ഒന്ന് സെറ്റപ്പാക്കി എടുക്കാം എന്നൊക്കെ വിചാരിക്കുന്നത്. സ്റ്റീവ് അതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളെന്നെ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കും കേട്ടോ. പിന്നെ അവനൊക്കെ അവിടെ ഇരുത്തി എന്നിട്ട് വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ പൂവ്. അപ്പോൾ ഇതിനെ ഒന്ന് അതിൻ്റെ ഞെട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടർത്തി മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. പിന്നെന്താ, പിന്നെ ഇനി വേറെ പീച്ചിങ്ങ ഒരു മെഴുക്ക് പുരട്ടി പോലെ ഉണ്ടാക്കണം. പിന്നെ ഒരു രസം സിമ്പിളായിട്ട് ചടപടെ എന്നൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലൊരു തക്കാളി കൊണ്ട് രസം ഉണ്ടാക്കണം. ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് പ്ലാനിങ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ എനിക്ക് സ്റ്റീവിൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരും. കാരണം കണ്ടിന്യൂസ് ഞാൻ ഈ അടുക്കളയിൽ നിൽക്കണില്ല കേട്ടോ. ഇടയ്ക്ക് അവൻ്റെ അടുത്തേക്ക് പോകും. പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഞാൻ കാണിക്കണമില്ല. അപ്പോൾ അവൻ എന്നെ ഒരു 5-10 മിനിറ്റിൽ ഗ്രേസ് ഉണ്ടെങ്കിൽ അങ്ങനെ എന്നെ വിളിക്കില്ല. അവനങ്ങനെ ഇടയ്ക്ക് അങ്ങനെ എന്നെ വിളിക്കും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയി കുറച്ച് നേരം ഇങ്ങനെ ഓടി നടക്കും, അല്ലെങ്കിൽ ഒളിച്ചിരിക്കും, ഒളിച്ച് കളിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ പിന്നെ വീണ്ടും അടുക്കളയിലേക്ക് എത്തണേ. അങ്ങനെയാണ് മിക്ക ദിവസങ്ങളിലും, എല്ലാ ദിവസങ്ങളും അങ്ങനെ തന്നെയാണ്. അവനെന്നെ ഞാൻ അവിടെ ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ വരുമ്പോൾ എന്നെ പിടിച്ചിട്ട് പോവും. ഞാൻ പോവാന്ന് പറയുമ്പോൾ ആൾ സമ്മതിക്കില്ല. എന്തായാലും രസമാണ്. ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതാണ്. പിന്നെ ഇന്നാണെങ്കിൽ കുറേ ലേറ്റായി, ഉറക്കവും ഉണ്ട്, ബാലൻസ് നിൽക്കുന്നുണ്ട്. അവന് അത്ര വലിയ പ്രശ്നമില്ല, കാരണം ഞാൻ അവനെടുത്തുകൊണ്ടൊക്കെ ആയിരുന്നു ഉറക്കിയായിരുന്നത്. പക്ഷെ എനിക്ക് മൊത്തത്തിലൊരു ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് അവിടെ പോയി നിൽക്കുക, അമ്മേ വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ TV വെച്ചാറുണ്ട്, ലൈവ് സൗണ്ട് അവിടെ കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ അവൻ ഞങ്ങളുടെ ഈ കളി എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഞാൻ നിൽക്കും, ഒരു സൈഡിൽ അവിടെ നിൽക്കും. ഞാൻ സ്റ്റീവോ എന്ന് പറഞ്ഞ് വിളിക്കും, അവൻ അമ്മേ പറഞ്ഞ് വിളിക്കും. അപ്പോൾ ഞാനൊന്ന് എടുക്കും, അതൊരു സന്തോഷം. അപ്പോൾ അങ്ങനെ അവന് ഞാൻ അവിടെ ഇരുത്തി ഞാൻ വീണ്ടും അടുക്കളയിലെത്തി. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് വേഗം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. പിന്നെ നമ്മുടെ വൈഡ് വ്ളോഗ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണെങ്കിലും നമ്മുടെ വാട്സാപ്പിലാണെങ്കിലും കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, എന്താ വീഡിയോ ഇല്ലാത്ത, വീഡിയോ നോട്ടിഫിക്കേഷനൊന്നും കിട്ടണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഒരിടയ്ക്ക് നല്ല രീതിയിൽ വീഡിയോസ് ഇട്ടായിരുന്നു, പിന്നെ ഒരിടയ്ക്ക് അതൊന്ന് കുറഞ്ഞു. ഇപ്പോഴാണെങ്കിലും ഞാൻ പ്രോപ്പർ ടൈമിലോ പ്രോപ്പറായിട്ടോ ഒന്നും വീഡിയോസ് ഇടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റേതായ നമ്മുടെ കുറേ പണികൾ, സ്റ്റീവ്, ഗ്രേസ്, ഇവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ അവരുടെ കൂടെയും സ്പെൻഡ് ചെയ്യണമല്ലോ. പിന്നെ അമ്മയുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ചില സമയത്ത് വീഡിയോ എടുക്കാനോ ആ ഒരു ടൈം കിട്ടില്ല. എൻ്റെ തന്നെ കാര്യങ്ങൾ തന്നെ എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്ത ആ ഒരു കണ്ടീഷനൊക്കെ വരുമ്പോഴാണ് ഞാൻ ഇടയ്ക്കിങ്ങനെ അങ്ങനെ തോന്നിയ പോലെയൊക്കെ ചെയ്യണത്. അതൊക്കെ ഒന്ന് ഓർഡറിലങ്ങനെ വരണുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മാക്സിമം ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒന്നും കിട്ടാത്തത്. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു. കാരണം വീഡിയോ ഇടാണ്ടാവുമ്പോഴേക്കും എനിക്ക് കുറേ പേര് മെസ്സേജൊക്കെ ആയിട്ട് വരാറുണ്ട്, കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നറിയാം. സണ്ണിചേട്ടൻ ഒരു റിയൽ ലൈഫിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ 2 വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ സണ്ണിചേട്ടൻ എന്തായാലും അവിടെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു റിയൽ ലൈഫിൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോസൊക്കെ അവിടെയും ഉണ്ടാവും, ഇവിടെയും ഉണ്ടാവും, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. മാക്സിമം ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ കുറേ പേര് അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു, വെളിച്ചെണ്ണ ഒഴിച്ചു, ചെറിയുള്ളി ഇട്ടു, ചെറിയുള്ളി വട്ടത്തിലൊക്കെ അരിഞ്ഞിട്ട് ചെറിയുള്ളി ഇട്ടു, കുറച്ച് ചതച്ച മുളകാണ് ഇട്ടത്. പിന്നെ അതേ നമ്മുടെ ചീര, അഗസ്തിപ്പൂവ് ഇട്ടു, നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. ഈ പൂവ് നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇതാണ്,
നല്ലതാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഒരു ചെറിയ രീതിയിൽ അത് കുക്കായി വരുമ്പോൾ ചെറിയ രീതിയിലൊരു കയ്പ്പുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് കോഴിമുട്ടയും, കുറച്ചല്ല 3 കോഴിമുട്ടയും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും കൂടി ഇടുന്നുണ്ട്. എന്നാലാണ് ആ ഒരു ഇത് വരുള്ളൂ. ഡയറക്റ്റ് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിനേക്കാൾ എന്തെങ്കിലും കൂടി തേങ്ങയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാനൊരു ഇച്ചിരിയും കൂടിയും എളുപ്പമായിരിക്കും, നല്ലതാണ്. മറ്റോണം കഴിച്ചാലും മതി, ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. എന്തായാലും ഞാൻ ഇന്ന് കോഴിമുട്ട ഇടുന്നുണ്ട്. അപ്പോൾ അത് വെന്തു, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. തേങ്ങ ചിരവിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പീച്ചിങ്ങേൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്ത് ആദ്യം വെക്കാം, അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പോവാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. തേങ്ങ പൊതിച്ച് ഒരു മുറി അവിടെ ഇരിപ്പുണ്ട്, ഒരു മുറി അപ്പോൾ ചിരവി എടുക്കണം. അപ്പോൾ പീച്ചിങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ പീച്ചിങ്ങ കട്ട് ചെയ്ത് റെഡിയാക്കി ഞാൻ ഗ്യാസ് ഒന്നും കൂടി ഓണാക്കി. ഞാനിതിലേക്ക് 3 കോഴിമുട്ടേനെ കൊത്തി ഒഴിക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാ ദിവസവും വെക്കുന്ന പോലത്തെ രീതിയിലല്ല ഇന്ന് പീച്ചിങ്ങ വെക്കണം, ഒരു മെഴുക്ക് പുരട്ടിയ ഒരു സ്റ്റൈലിൽ. ഞങ്ങളെല്ലാത്തിനും ഉപ്പേരി എന്നാണ് പറയുക. പിന്നെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും കുറേ പേര് ചോദിക്കാറുണ്ട്, ഇത് മെഴുക്ക് പുരട്ടിയല്ലേ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞങ്ങളുടെ ആ ഒരു സ്റ്റൈൽ അതായതുകൊണ്ടാണ് എപ്പോഴും എല്ലാ സാധനത്തിനും ഉപ്പേരി എന്ന് പറയണേ. അപ്പോൾ ഇന്ന് ഞാൻ മിക്കതിലും വെളുത്തുള്ളി അങ്ങനത്തെ ഉപ്പേരി എന്നുള്ള സ്റ്റൈൽ ഞങ്ങൾ എല്ലാത്തിനും വെളുത്തുള്ളി ചേർക്കും. ഇന്നിപ്പോൾ ഒരു ഇതിൽ ഞാൻ വെളുത്തുള്ളി ഒന്നും ചേർക്കണില്ല നമ്മുടെ പീച്ചിങ്ങയിൽ. പിന്നെ ഞാനതവിടെ കട്ട് ചെയ്ത് അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 കോഴിമുട്ടയും കൂടി ഒഴിച്ചു, ഒരു ഇച്ചിരി ഉപ്പിട്ടു, കോഴിമുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ചീരയല്ല അതിൻ്റെ പൂവിൽ ഞാൻ ഉപ്പിട്ടായിരുന്നു. പിന്നെ തേങ്ങ ഇട്ടു, ഒരു മുറി തേങ്ങ ഇട്ടിട്ടുണ്ട്, അതിലും ലേശം ഉപ്പ് ഇടുന്നുണ്ട്, കുറേ അല്ല കേട്ടോ, എല്ലാത്തിനും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അത്രയാണ് ഇടുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചിക്കി ഒന്ന് സെറ്റാക്കി എടുത്താൽ നമ്മുടെ സംഭവം ഒന്ന് റെഡിയാവും. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കറി അങ്ങനെ ഒരു റെഡിയാവുകയാണ്. പിന്നെ രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. രസം നോർമൽ രസമല്ല, തക്കാളി ഇട്ടിട്ട് സിമ്പിളായിട്ടുള്ള ഒരു രസം, നമുക്ക് ചടവടെ എന്നുണ്ടാക്കാൻ പറ്റുന്ന രസം എന്ന് പറയുമ്പോൾ പല രീതിയിലും പല ടൈപ്പും രസം എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ രസം പൗഡറൊന്നും ഇട്ടിട്ടല്ല ഉണ്ടാക്കണം, അല്ലാണ്ട് നോർമൽ പൊടികൾ ഇട്ടിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ മുമ്പ് രസം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, കുറേ പേര് പറയാറുണ്ട് ഇങ്ങനെയല്ല ഉണ്ടാക്കുക, ഇങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും ഒരു സംഭവത്തിനെ പല രീതിയിലും പല ടൈപ്പിലും ഓരോരുത്തർ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഒന്ന് കരുതിയാൽ മതി. ഇത് പ്രോപ്പർ രസമാണെന്നൊന്നും ഞാൻ പറയണില്ല. ഇന്നത്തെ രസം സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസം, അതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്, എൻ്റെ പ്ലാനിങ്. അപ്പോൾ അങ്ങനെ നമ്മൾ മുട്ട ഇട്ടിട്ടുള്ള ഒരു നമ്മുടെ പൂവ് റെഡി ആയിട്ടുണ്ട്, അഗസ്ത്യപ്പൂവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ പറയണേ. ഇതിനൊരു ഹെൽത്തി സംഭവം എന്നുള്ളൊരു ബേസിൽ നമുക്ക് കഴിക്കാൻ ഓക്കെയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഞാനത് മാറ്റി ചട്ടി അടപ്പത്ത് വെച്ചു. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ പീച്ചിങ്ങനും കൂടി ഇട്ട് ഒന്ന് ലേശം വെള്ളം അധികം ഒന്നും ഒഴിക്കണില്ല കേട്ടോ, ശരിക്കും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു ഇത്തിരിക്കോളം ഒരു നനവിന് വേണ്ടി മാത്രം ഒരു പൊടി വെള്ളം ഒന്ന് തളിച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ ഒന്ന് ഡ്രൈ ആക്കി വരട്ടി ഒന്ന് റെഡിയാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു കറിയും അങ്ങനെ റെഡിയാവും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്യാപ്പിൽ ഞാൻ എനിക്ക് ചോറൊക്കെ ഊറ്റണം. അപ്പം നമ്മുടെ പീച്ചിങ്ങയും അങ്ങനെ ഇപ്പോൾ ഇത് റെഡി ആവുകയാണ് കേട്ടോ.
അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു രസം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നാടൻ തക്കാളി ഇന്നലെ മേടിച്ചത് 3 ചെറിയ തക്കാളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞൊന്ന് കഴുകിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തക്കാളീനെ ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിടാണ്. അങ്ങനെ തക്കാളീനെ ദേ കട്ട് ചെയ്തിട്ടു. പിന്നെ ഇതിലേക്ക് കുറച്ച് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളകും, പിന്നെ 5-6 അല്ലി വെളുത്തുള്ളിയും, കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ കായം പൊടിയും ഇട്ടു. പിന്നെ ഇത്രേ ഉള്ളൂ. പിന്നെ ജീരകം ഇട്ടു. പിന്നെ പുളി ഞാൻ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചായിരുന്നു. അധികം പുളി വേണ്ട, കുറച്ച് പുളി മതി. ഞാനിപ്പോൾ ഇട്ടപ്പോൾ ഇച്ചിരി കൂടുതലാണ്, ഞാൻ പിന്നെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയായിരുന്നു കേട്ടോ. കാരണം ഓൾറെഡി തക്കാളി എന്ന് പറയുന്നത് ഒരു പുളിയാണല്ലോ, അപ്പോൾ ലേശം ഒരു പുളി ചേർത്താൽ മതി. വീഡിയോയിൽ കാണുമ്പോൾ കുറേ പുളി ഇട്ടിട്ടുണ്ട്, ഞാൻ അതിൽ നിന്ന് മാറ്റിയായിരുന്നു. അത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. കുറച്ച് പുളി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പുളിവെള്ളത്തിൽ നല്ലോണം ഒന്ന് അരച്ച് ഒന്ന് റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ സംഭവം അങ്ങനെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ പീച്ചിങ്ങ എന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് റെഡി ആയിട്ടുണ്ട്. അതൊന്നും കൂടി ഒന്ന് വറ്റി ഒന്ന് അവിടെ കിടന്നൊന്ന് വരണ്ട് സെറ്റ് ആവട്ടെ. ആ ഗ്യാപ്പിൽ ഞാൻ ഈ ചട്ടി അടപ്പത്ത് വെച്ചു. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കണം. അതിൻ്റെ ഇടയിൽ സണ്ണിച്ചേട്ടനോട് ഞാൻ വേപ്പിലെടുത്തുകൊണ്ടിരാൻ പറഞ്ഞപ്പോൾ സ്റ്റീവിൻ്റെ കയ്യിൽ വേപ്പില കൊടുത്തയച്ചു. അപ്പോൾ അങ്ങനെ സ്റ്റീവ് കൂട്ടൻ എനിക്ക് വേപ്പില തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ രസത്തിനുള്ളത് റെഡിയാക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ അതേ കടുക് പൊട്ടിച്ചു. 2-3 വറ്റൽമുളക് ഇട്ടു. കറിവേപ്പില ഇട്ടു. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അരച്ച് വെച്ചേക്കണ ആ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചു. പിന്നെ ആവശ്യത്തിന് ഉള്ള വെള്ളവും കൂടി ആ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു. പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അങ്ങനത്തെ ഉപ്പ് ഇട്ട് ഒന്ന് കലക്കി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ മല്ലിയിലയും കൂടി ഇടും. അത്രയേ ഉള്ളൂ. നമ്മുടെ കറി അങ്ങനെ എന്ന് പറഞ്ഞാൽ റെഡിയാവും. അപ്പോൾ ഇതിന് ഫുഡൊക്കെ റെഡിയായി. മറ്റേതൊക്കെ വരണ്ടൊന്ന് റെഡിയാക്കിയാൽ മാത്രം മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം മതി ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി കുക്ക് ചെയ്യാൻ. പക്ഷെ ഞാനാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കുറേ പ്രാവശ്യം അവൻ്റെ അടുത്തേക്ക് പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചധികം നേരം വേണ്ടി വന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കത്തെ കുക്കിംഗ് അങ്ങനെ അവസാനിച്ചിട്ടുണ്ട്. ഇനി പാത്രം കഴുകലെന്നുള്ള വലിയൊരു ടാസ്ക് ഉണ്ട്. അതിനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ. കാരണം അവനിപ്പോൾ ബഹളം വെച്ച് തുടങ്ങി. അപ്പം അങ്ങനെ അഗസ്തിപ്പൂ കൊണ്ടുള്ള മുട്ടത്തോരനും, പിന്നെ നമ്മുടെ പീച്ചിങ്ങ മെഴുക്ക് വരട്ടിയും, രസവും തക്കാളി രസവും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വേഗം ഫുഡ് കഴിക്കട്ടെ. സ്റ്റീവനൊക്കെ ഫുഡ് കൊടുത്തു. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ സംതൃപ്തികരമായി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് തന്നെ പോകും. ഇനി ഫുൾ പാത്രങ്ങൾ കഴുകൽ, വൃത്തിയാക്കൽ, നമ്മുടെ അകത്ത് കുറേ പണികളുണ്ട്, അതൊക്കെ ചെയ്യലാണ് കേട്ടോ. ഇനി ഞാൻ മുറ്റടിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഇല റിട്ടേൺ അതുപോലെ തന്നെ വരുന്നു. അതുപോലെ തന്നെ നല്ല ഐശ്വര്യമായി വീണ്ടും ഇലകൾ വന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഇലകൾ വീണുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല മഴക്കാരുണ്ട്. അപ്പോൾ ഇന്ന് മഴക്കാരുണ്ടായിരുന്നുകൊണ്ട് മഴ പെയ്തു. അപ്പോൾ ഗ്രേസ് സ്കൂളിൽ നിന്ന് പറഞ്ഞ ടൈമായി. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് മഴ ഇങ്ങനെ പകൽ സമയത്ത് വരണത്. ഒരു വെളുപ്പിനൊക്കെ 2-3 ദിവസം മുമ്പ് വന്നായിരുന്നു. അപ്പോൾ ഞാനും സ്റ്റീവും കൂടി പുറത്ത് ഗ്രേസ് ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുടയൊക്കെ പിടിച്ചിന് ഗ്രേസിനെ കൊണ്ടുവരണം. ഗ്രേസിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങനെ ഇവരെത്തി. പിന്നെ ഇവിടെ രണ്ടുപേരെയും റെയിൻകോട്ട് ഇടിച്ച് വെള്ളത്തിൽ ഇറക്കിയേക്കാണ്. ഭയങ്കര ബഹളമായിരുന്നു മഴയത്ത് ഇറങ്ങാൻ വേണ്ടി. കുറേ നേരം കിടന്ന് കരച്ചിൽ ബഹളമായിരുന്നു. പിന്നെ അങ്ങനെ ഇറക്കി. അപ്പോൾ 2-3 റൗണ്ട് ഒന്ന് ഓടിയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. പനിയുള്ള ആളാണ് സത്യം പറഞ്ഞാൽ. പിന്നെ കൊച്ച് കളിച്ചോട്ടെ, അങ്ങനെ അധികം നേരം ചെളിയിൽ ഇങ്ങനെ കളിപ്പിക്കണില്ല, ജസ്റ്റ് ഒന്ന് ഇറക്കി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേഗത്തേക്ക് കയറ്റി കുളിപ്പിച്ചൊക്കെ എടുത്തു. ഞങ്ങളുടെ ഇന്നലെ ഗ്രേസിന് ഭയങ്കര വിശപ്പായിരുന്നു. ഗ്രേസിന് ഞാൻ ദോശ അവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. പാലൊക്കെ കുടിച്ചു ആൾ. പിന്നെ ഇന്നലെ കാടമുട്ട മേടിച്ചായിരുന്നു. അപ്പോൾ കാടമുട്ടേനെയും ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കാൻ പോവാണ്. അപ്പോൾ അവൾ തന്നെ പറക്കി വെച്ചോളാം.
അവൾ തന്നെ വെള്ളം ഒഴിച്ചോളാം എന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. അപ്പോൾ എത്ര വെള്ളം വേണമെന്ന് അമ്മ പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അവൾ ഇതേ കുക്കറും കൊണ്ട് പോയിട്ടുണ്ട്. ഗ്രേസിന് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഞാൻ വിചാരിക്കും കുറച്ച് നേരമൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ സമ്മതിക്കും. പിന്നെ ഞാൻ തന്നെ അവൻ്റെ അടുത്ത് പോയി കളിച്ചോ സ്റ്റീവിൻ്റെ അടുത്ത് പോയി കളിച്ചോ അമ്മയ്ക്ക് അതാണ് വലിയ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉന്തിത്തള്ളിയാണ് വിടണേ. അവൾക്ക് വലിയ ഇഷ്ടമില്ല. അവൾക്ക് എന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ അവിടേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ പണികളൊക്കെ സൈഡിൽ കൂടെ നടക്കുമെന്നൊരു ചിന്തയുണ്ട്. അപ്പം അങ്ങനെ അതേ ദോശ ഉണ്ടാക്കി. അപ്പോൾ ഗ്രേസ് സ്കൂളിലത്തെ വിശേഷങ്ങളും പിന്നെ ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത്, സ്റ്റീവ് എന്തൊക്കെയാണ് ചെയ്തത്, സ്റ്റീവിന് TV വെച്ച് കൊടുത്തോ, എന്താണ് നിങ്ങൾ ലഞ്ചിന് കഴിച്ചത്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട് ആൾക്ക്. പിന്നെ സ്കൂളിലത്തെ വിശേഷങ്ങളൊക്കെ പറയും, പാട്ടൊക്കെ പാടും, അങ്ങനത്തെ ആക്ടിവിറ്റികളൊക്കെയാണ്. അപ്പോൾ ഞാൻ ചായ വെച്ചായിരുന്നു. അപ്പോൾ ചായയൊക്കെ സൈഡിൽ കൂടെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക് യു. ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. മാക്സിമം ഞാൻ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം. പിന്നെന്താ, അപ്പോൾ ഇതുവരെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.